അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് CPM ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ വൻപൻ നേതാക്കൾ ഒരിക്കലും വലയിലാവുന്നില്ല. ഉദാഹരണത്തിന് ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിന് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ പ്രതിയായില്ല, അല്ലെങ്കിൽ ആ ഘട്ടത്തിലേക്ക് എത്തിയില്ല. സമാനമായ രീതിയിൽ CMRL എക്സാലോജിക് വിഷയത്തിൽ ആരോപണ വിധേയനായി എങ്കിലും പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ് PM മുഹമ്മദ് റിയാസ് ആവട്ടെ ആരോപണ വിധേയനാണ്, പക്ഷേ പ്രതി ആയിട്ടില്ല. അപ്പോൾ വൻപൻ സ്രാവുകളിലേക്ക് എത്താതെ നെത്തോലി വിഭാഗത്തിൽ എത്തി അങ്ങ് നിൽക്കുകയാണ് അന്വേഷണം. ഇതൊരു വലിയ പരാതിയായിരുന്നു, ഇതൊരു പരിഭവമായിരുന്നു. സ്വർണ്ണക്കൊള്ളയുടെ വിഷയത്തിലും ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി അറിയാതെ ഒന്നും നടക്കില്ല എന്നതാണ് പൊതുവിശ്വാസം. അതൊരു വിശ്വാസം മാത്രമാണ്, പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്ത മാത്രമാണ്. പക്ഷേ മന്ത്രിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ മന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണമോ മന്ത്രിയുടെ നേരിട്ടുള്ള അറിവോ സമ്മതമോ പ്രേരണയോ കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു, സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവും ഇതുവരെ, സാധ്യതാപരമായ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും തെളിവുകളാണല്ലോ പ്രധാനം, അതുണ്ടായിട്ടില്ല. സമാനമായ രീതിയിൽ മാസപ്പടി കേസ് നമുക്കറിയാമല്ലോ. മാസപ്പടി ആർക്കെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ വെറുതെ കൊടുക്കില്ല. 3 ലക്ഷം രൂപ എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിൽ 2017 മുതൽ 20 വരെയുള്ള കാലത്തെ കൃത്യമായി ഓരോ മാസവും CMRL നിക്ഷേപിച്ചിരുന്നു. അതോടൊപ്പം മാസം 5 ലക്ഷം രൂപ വീണ വിജയൻ എന്ന അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിരുന്നു. അപ്പം 3, 5, 8 ലക്ഷം രൂപ, അതാണ് മാസപ്പടി. അത് 3 വർഷം തുടരുന്നു. 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ തുടരുന്നു. അതിനു പുറമെ വീണ വിജയന് വേണ്ടി എക്സാലോജിക്കിൻ്റെ അക്കൗണ്ടിലല്ല, മറ്റൊരു രീതിയിൽ പണം കടം കൊടുക്കുകയാണ്, ലോൺ കൊടുക്കുകയാണ്. അത് CMRL ഫ്ലോട്ട് ചെയ്ത ഒരു കമ്പനിയിലൂടെ പണം അവൈൽ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് 2.78 കോടി അത്രയും രൂപയാണ് മാസപ്പടി വിവാദത്തിൽ പെട്ടിരിക്കുന്നത്. ഇത് നമുക്കറിയാം. വീണ വിജയൻ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ മകൾ ആയതുകൊണ്ട് മാത്രമാവണം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ആ മാസപ്പടി കൊടുത്തിരിക്കുക. എന്നാൽ അന്വേഷണം മുന്നോട്ട് പോയി, SFIO അന്വേഷണം മുന്നോട്ട് പോയി, EDയുടെ ചോദ്യം ചെയ്യലുകൾ ഉണ്ടായി. വീണ വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ വലിയ രീതിയിൽ പരിശോധന നടത്തി. ലോക്കറുകൾ, HDFC ബാങ്കിൻ്റെ ഉൾപ്പെടെ ലോക്കറിൽ പരിശോധന നടത്തി. ആകെ കണ്ടെത്തിയത് 1.5 ലക്ഷം രൂപ മാത്രമാണ്. 2.78 കോടി രൂപ ആണ് കാണാനുള്ളത്. അതെങ്ങോട്ട് പോയി എന്നതിന് ഒരു ട്രേസും ഇപ്പോഴില്ല. ഇപ്പോഴൊരു സൂചന വരുന്നു. അതാണ് ഇപ്പോഴത്തെ ഈ വാർത്താ പ്രാധാന്യം. വിവാഹം നടന്നത്, വീണ വിജയനും മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹം സംഭവിച്ചത് 2020 ഈ 2020 ആയപ്പോൾ ഈ മാസപ്പടിയുടെ ആ ഒരു ഘട്ടം അവസാനിച്ചു. വിവാഹത്തിന് ശേഷം ശ്രീമതി വീണ വിജയൻ ഭർത്താവ് മുഹമ്മദ് റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും രീതിയിൽ ഈ തുക മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ബിനാമി അക്കൗണ്ടിലേക്ക്, മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട ബിനാമി അക്കൗണ്ടുകളിലേക്ക് ഈ തുക പോയിട്ടുണ്ടോ എന്ന ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നു. അപ്പോൾ മുഹമ്മദ് റിയാസിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ, പ്രതിയാക്കാൻ തക്ക തെളിവുകൾ ആലോചിച്ചുള്ള മുന്നോട്ടുള്ള പോക്കിലാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടുള്ള ഭവനത്തിൽ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു സാന്നിധ്യത്തിൽ റെയ്ഡ് നടക്കുന്നത്. സമാന്തരമായിട്ടാണ് വീണ വിജയൻ്റെ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു. വീണ വിജയൻ താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ ഭവനത്തിൽ തിരുവനന്തപുരത്ത് റെയ്ഡ് നടക്കുന്നു. എന്ന് വേണ്ട സമാന്തരമായി പല ഇടങ്ങളിലായി കഴിഞ്ഞ മാസം നടത്തിയ റെയ്ഡുകൾ. എന്തെല്ലാം വിവരങ്ങളാണ് പുതിയതായി സ്വീകരിച്ചത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ കൃത്യമായ വിവരമില്ല. പക്ഷേ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് മുഹമ്മദ് റിയാസ് പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നു എന്ന രീതിയിലാണ്. ഇതിൻ്റെ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻസ് എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഇന്നൊരു ദിശാസന്ധിയിലെത്തി നിൽക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാത്ത ഒരവസ്ഥ. അപ്പം പിണറായി യുഗം അവസാനിച്ചു കഴിഞ്ഞു എന്നാണ് ഏവരും കരുതിയത്. മുഖ്യമന്ത്രി പദത്തിൽ 2 തവണ ഇരുന്നു. ആൻറ്റി ഇൻകംബൻസി ഒരു വലിയ വേവ് ഉണ്ടായി. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം
ഏറ്റെടുത്താലും ഇല്ലെങ്കിലും അത് ശ്രീ പിണറായി വിജയൻ്റെ തലയിൽ തന്നെയാണ് പതിക്കുന്ന. കേരള സമൂഹം ചാർത്തുന്ന ഒരു 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 പദവി അങ്ങനെയാണ്. അല്ല ശ്രീ പിണറായി വിജയൻ ഇത്രയും 35 സീറ്റുകളെങ്കിലും CPM ലഭിച്ചത് അല്ലെങ്കിൽ LDF ലഭിച്ചത് പിണറായി വിജയൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് എന്നല്ല, മറിച്ച് 100 സീറ്റിൽ നിന്നും 35ലേക്ക് LDF കൂപ്പുകുത്തിയതിൻ്റെ പിന്നിൽ ശ്രീ പിണറായി വിജയൻ്റെ അഹങ്കാരം, ഡംബ്, ആർഭാടം, താൻപോരിമ, മറു സ്വരങ്ങളെ, പാർട്ടിക്കുള്ളിൽ നിന്നും പുറത്തുനിന്നും വരുന്ന മറ്റ് സ്വരങ്ങളെ ഗൗനിക്കാതിരിക്കൽ, അത് മാത്രമല്ല സ്വന്തം മകനും മരുമകളിലും അർഹതയിൽ കൂടുതൽ പ്രാതിനിധ്യം നൽകി പാർട്ടിക്കുള്ളിൽ തന്നെ ചില സ്വജനപക്ഷപാതങ്ങൾ ഉണ്ടായി, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ സ്ഥാനാർത്ഥിയായി എന്ന് വേണ്ട അഴിമതി ആരോപണങ്ങൾ അതിന് പുറകെ മേമ്പൊടിയാണ്. ഇതെല്ലാം പരാജയത്തിന് കാരണമായി. അപ്പോൾ പിന്നെ എന്താണ് ബുദ്ധിപൂർവ്വം ചെയ്യാനാവുക? ടു റീഗ്രൂപ്പ്. അതായത് പാർട്ടിക്കുള്ളിൽ ഒരു പുനഃസംഘടന ഉണ്ടാവണം. പാർട്ടി പ്രതിപക്ഷമായി മാറുമ്പോൾ പുതിയൊരു മുഖം വേണം, പുതിയൊരു നേതൃത്വം വേണം. എന്തുകൊണ്ട് ശ്രീ പിണറായി വിജയൻ തുടരുന്നു, മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് വീണ്ടും വന്നു എന്നതിൻ്റെ ഉത്തരം അത്ര ലളിതമല്ല. ഹൂ വിൽ ബി ദ നെക്സ്റ്റ് ലീഡർ? അപ്പം സമന്മാരായ, സമാന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള, സാമാന്യ തലയെടുപ്പുള്ള ആളുകൾ CPM ഇല്ലാത്തത് കൊണ്ടല്ല. KN ബാലഗോപാലുണ്ട്, മുഹമ്മദ് റിയാസ് തന്നെ ഉണ്ട്, അല്ലേ, രാജേഷ് ഉണ്ട്, MB രാജേഷ് ഉണ്ടാകും. അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു തസ്തികയിൽ വരാൻ തക്ക. P രാജീവ് വലിയ നല്ല സീനിയറായ ആളാണ്, കഴിവുള്ള ആളാണ്. ഇപ്പം ഇവരെല്ലാം തന്നെ ഏതാണ്ട് സമശീർഷരായ ആളുകളാണ്. വേണമെങ്കിൽ P രാജീവിനെയും KN ബാലഗോപാലിനെയും ഒരു പ്രത്യേക പെഡസ്റ്റലിൽ നമുക്ക് നിർത്താം. അതിന് താഴെ വരൂ ഒരുപക്ഷെ സ്വരാജ് ആകട്ടെ, മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് ആകട്ടെ. പക്ഷെ ഇവിടെ ശ്രീ മുഹമ്മദ് റിയാസിനെ മുന്നിൽ നിർത്താൻ ഒരു ശ്രമം പാർട്ടിക്കുള്ളിൽ ശ്രീ പിണറായി വിജയൻ്റെ അവശേഷിക്കുന്ന പിന്തുണക്കാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം മാറി നിന്ന് ചിന്തിക്കുന്നവർക്കുണ്ട്. കാരണം പാർട്ടിക്കുള്ളിൽ കയറി ഇത് പരിശോധിക്കാനാവില്ല. കാരണം പാർട്ടിക്ക് തന്നെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാകുന്നു എന്ന് കരുതാനാവില്ല. കാരണം ഇത് നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ പാർട്ടിയെക്കുറിച്ച് പുറത്തു നിന്ന് നോക്കിയാൽ ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് ഒരു പരിധി പറഞ്ഞാൽ ശരിയാണ്. കാരണം അങ്ങനെ അകത്ത് തന്നെ അറിയില്ല, പിന്നെ എങ്ങനെയാണ് പുറത്തു നിന്ന് നോക്കിയാൽ അറിയുക. പക്ഷേ ഒരു പൊതുവികാരമുണ്ട്. മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പിന്തുണയിലാണ് 2000 ആണ്ട് മുതൽ പിന്നീട് CPM നേടിയ വിജയങ്ങളെല്ലാം സംഭവിച്ചത്. ആ ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ വലിയ തോതിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക്, CPM കേരളത്തിൽ പിന്നെയും പിടിച്ചു നിൽക്കണമെങ്കിൽ മലബാർ മേഖലയിലെങ്കിലും വേരോട്ടം തിരിച്ചു കൊണ്ടുവരണം എങ്കിൽ മുസ്ലിം പിന്തുണ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഷംസീർ, മുൻ സ്പീക്കർ ഷംസീർ വളരെ നിർണായകമായ ഒരു കണ്ണിയാണ്. അദ്ദേഹത്തിന് ഇപ്രാവശ്യം മത്സരിക്കാൻ അനുമതി ഉണ്ടായില്ല. അദ്ദേഹം വിസ്മരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം ഇങ്ങനെ റിസർവ് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് നിന്നും വീണ്ടും വിജയിച്ചു വന്നു, MLA ആയി. പക്ഷെ പ്രതിപക്ഷ നേതാവായത് അദ്ദേഹമല്ല, അമ്മായിയപ്പൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവായത്. മുഹമ്മദ് റിയാസിന് പാർട്ടിക്കുള്ളിൽ ഒരു ഭാവി ഉണ്ടാകണം എന്നും അത് താനിരിക്കുമ്പോൾ, താൻ പ്രതിപക്ഷ നേതാവായും ഇപ്പോഴും സജീവമായും ഇരിക്കുമ്പോഴും അതുണ്ടാകണമെന്നും അതുണ്ടായില്ലെങ്കിൽ നാളുകളിൽ PM മുഹമ്മദ് റിയാസ് വിസ്മരിക്കപ്പെടും എന്നും ഒരുപക്ഷെ ശ്രീ പിണറായി വിജയൻ കാണുന്നുണ്ടാവാം. ഇപ്പോഴും ശ്രീ പിണറായി വിജയനെ നേതാവായി അംഗീകരിക്കുന്ന ഒരു നല്ല വിഭാഗം, കാരണം പിണറായി വിജയൻ വലിയ നേതാവ് തന്നെയാണ്, സംശയമൊന്നുമില്ല. പാർട്ടിയെ തിരിച്ചധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞ ഏക നേതാവ്. CPM ഒരിക്കലും തുടർഭരണം ലഭിച്ചില്ലല്ലോ. EMS കാലത്ത് പോലും 2 പ്രാവശ്യവും EMS ഭരിച്ചപ്പോൾ തുടർഭരണം ലഭിച്ചില്ലല്ലോ. ആദ്യമായിട്ട് തുടർഭരണത്തിലേക്ക്, അത് പ്രത്യേക സാഹചര്യത്തിലാണെങ്കിൽ പോലും, കോവിഡ് മഹാമാരി ഒക്കെ തന്നെ സാഹചര്യമാണെങ്കിലും വസ്തുതയാണ്, പാർട്ടിയെ തിരിച്ചധികാരത്തിൽ എത്തിച്ചത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. അങ്ങനെയെങ്കിൽ പിണറായി യുഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവസാനിക്കുന്നതിന് മുൻപ് വീണ തൈക്കണ്ടിയുടെ ഭർത്താവ്, തൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസിനെ ഒരു സ്ഥാനത്ത് എത്തിച്ച് നിർത്താനാവും എന്ന് സ്നേഹനിധിയായ പിതാമഹൻ ഇപ്പോഴും കരുതുന്നുണ്ടാവാം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് നീളുന്ന അന്വേഷണം അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയാൽ, ഏതെങ്കിലും രീതിയിൽ പ്രതിസ്ഥാനത്താക്കപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി സ്വന്തം പാർട്ടിക്കുള്ളിൽ അടഞ്ഞു പോകും. മറ്റൊരു നേതൃത്വം ഉണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ. അനിവാര്യമായ കാര്യമാണ്. ഈ ഒരു നിയമസഭ അവസാനിക്കുന്നതിന് മുൻപ് ശ്രീ പിണറായി വിജയൻ ആരോഗ്യം ഇനി അടുത്തൊരു 5 വർഷത്തേക്ക് ഇതേ രൂപത്തിൽ നിൽക്കും അറിയില്ല. ഇത്രയും പ്രായമുള്ള ഒരാളാണ്.
അതുകൊണ്ട് ഒരു നേതൃമാറ്റം അനിവാര്യമാണ്. പ്രതിപക്ഷ നേതാവായി പുതിയൊരാൾ വന്നേക്കാം, പാർട്ടി ജനറൽ സെക്രട്ടറിയായി പുതിയൊരാൾ കേരളത്തിൽ വന്നേക്കാം, എം വി ഗോവിന്ദൻ്റെ കാലവും ഒരുപക്ഷെ അവസാനിച്ചേക്കാം. പുതിയ ഒരു അലക്കും പിടിയും മാറ്റി പാർട്ടി ഒന്നുകൂടി അത് ആവശ്യമാണ്, കേരളത്തിന് ആവശ്യമാണ്, നല്ലൊരു പ്രതിപക്ഷം ആവശ്യമാണ്. ഇപ്പോൾ വളരെ ദുർബലമായിരിക്കുന്നു. ശ്രീ വി ഡി സതീശൻ മിന്നി നിൽക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയിൽ സ്വാഭാവികമായ അടിയൊഴുക്കുകളൊക്കെ ഉണ്ടാവാം, പടലപിണക്കങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ UDF സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു. ശക്തമായ ഒരു പ്രതിപക്ഷം ഇവിടെ ആവശ്യവുമാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രതിപക്ഷത്തിനാണ്. ഭരണപക്ഷത്തിന് അടികൾ കിട്ടുന്നുണ്ട്, ചില അടികൾ കിട്ടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ വലിയ അടികളാണ് അഴിമതിയുടെ വിഷയത്തിൽ CPM-നും ശ്രീമതി വീണ വിജയനും അതുവഴി വീണയിലൂടെ മുഹമ്മദ് റിയാസിനും ലഭിക്കുന്ന അടികൾ. അത് CPM-ന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കും. കേരളത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഭാവിയെ അത് മാറ്റിമറിക്കാൻ പര്യാപ്തമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ഏത് രീതിയിൽ വൻ തോക്കുകൾ, പാർട്ടിയിലെ വൻ വടവൃക്ഷങ്ങൾ കടപുഴകി വീഴാൻ തക്ക രീതിയിൽ SFI അന്വേഷണം അല്ലെങ്കിൽ ED അന്വേഷണം മുന്നോട്ട് പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.